ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 15. അക്കാലത്ത് യേശു ഗെനാസരത്തിൽ നിന്ന് പുറപ്പെട്ട് ഡയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞ് അപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ യേശു ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. യേശു മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ചുകൊണ്ട്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. യേശു പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കും നമുക്ക് പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസത്തെ ധ്യാനിക്കാം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ബലങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നതിലൂടെയാണ് നമ്മുടെ വിശ്വാസം മാറ്റുരയ്ക്കപ്പെടുക, ആ വിശ്വാസത്തിന് ബലമുണ്ടാവുക. ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാതെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളും അതിന്റെ ദുരനുഭവം അറിയാതെ ഒരു വിശ്വാസിക്ക് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനാകില്ല. എല്ലാ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഏറെ പ്രത്യേകമായ വിധം വിജാതിയായ ഒരു സ്ത്രീ, കാനാൻകാരി സ്ത്രീ, കരഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി യാചിക്കുകയാണ്. പിശാച് ബാധയാൽ ദുരിതമനുഭവിക്കുന്ന മകളെ സുഖപ്പെടുത്തണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ ആ കാനാൻകാരി സ്ത്രീ എത്തുക. എന്നാൽ യേശു അത് ഗൗരവമായി കാണാതെ കടന്നു പോകുന്നു. ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ. നിലവിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നിട്ട് എന്തേ കാനാൻകാരിയുടെ നിലവിളി കേട്ടില്ല എന്ന് നമുക്ക് ചോദ്യം ചെയ്യാം. നോക്കൂ, ആ വിശ്വാസത്തെ ക്രിസ്തു തിരിച്ചറിയുന്ന ഒരു അനുഭവം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് എന്തുമാത്രം ബലമുണ്ടെന്ന് ആ വലിയ സമൂഹത്തെ പഠിപ്പിക്കുന്ന അനുഭവമാക്കി മാറ്റുകയാണ്. അവിടെ കാനാൻകാരി സ്ത്രീയാണ് ഈശോയുടെ അടുക്കൽ വന്നത്. ആരാണ് ഈ കാനാൻകാരി സ്ത്രീ? യഥാർത്ഥത്തിൽ ആരാണ് എന്നറിയണമെങ്കിൽ വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 18 മുതൽ 28 വരെയുള്ള വചനഭാഗം നമ്മൾ വായിക്കണം. നോഹയുടെ പുത്രനായ ഹാം ആയിരുന്നു കാനാന്റെ പിതാവ്. അദ്ദേഹം ചെയ്ത മാരകമായ തിന്മ സ്വന്തം പിതാവിന്റെ നഗ്നത അനാവൃതമാക്കി പിതാവിനെ അപമാനിച്ചു എന്നതാണ്. ഒപ്പം പിതാവിന്റെ ശാപത്തിന് അവൻ പാത്രീഭൂതനാവുകയും ചെയ്തു. സ്വന്തം പിതാവിലൂടെ തിരസ്കൃതനായ ഒരു സമൂഹമാണ് കാനാൻ സമൂഹം. അവരെ യഹൂദർ അവരെ നിഷേധിക്കുകയും ഒപ്പം നായ്ക്കൾക്ക് തുല്യമായി അവരെ കാണുകയും ചെയ്തിരുന്നു. അവരോട് യാതൊരു സമ്പർക്കവും ഈ യഹൂദർക്ക് ഉണ്ടായിരുന്നുമില്ല. കാരണം അപ്പനാൽ ശപിക്കപ്പെട്ട
സന്താന തലമുറയായി അവരെ കണ്ടുപോന്നിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ അരികിൽ വരുമ്പോൾ ഇവിടെ നിഷേധാത്മകമായ നിലപാടിലൂടെ ക്രിസ്തു ആദ്യം ഇടപെടുന്നുവെങ്കിലും ആ വ്യക്തിയുടെ വിശ്വാസത്തെ യേശു വളരെയധികം പ്രശംസിക്കുകയും ആ ധീരമായ വിശ്വാസത്തിന് അവൾക്ക് സൗഖ്യത്തിന്റെ ബലം നൽകി അനുഗ്രഹിക്കുകയുമാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം, ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടേക്കാം, വിശ്വാസം ചോദ്യം ചെയ്തേക്കാം, വിശ്വാസത്തിന്റെ കരുത്ത് നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ അവിടെ ഒന്നും നമ്മൾ തളർന്നു പോകരുത്. വീണ്ടും കരുത്തോടെ ധീരതയോടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകണം എന്ന പാഠമാണ്. പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസമാണ് നമ്മുടേതും. ഒരു പരീക്ഷണവും ജീവിതത്തിൽ ഉണ്ടാകാതെ ആരുടെയും ജീവിതത്തിൽ ആത്മീയ ബലം ഉണ്ടാകുന്നില്ല. കാനാൻകാരി സ്ത്രീ യേശുവിൽ വിശ്വസിച്ചു. ആ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടിട്ടും തിരസ്കാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടും നിന്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും പരിഹസിക്കപ്പെട്ടിട്ടും അവൾ അകന്നുപോയില്ല. കൂടുതൽ സ്നേഹത്തോടെ എളിമയോടെ വിശ്വാസത്തോടെ യേശുവിനെ സമീപിച്ചു. യേശുവിന്റെ ചോദ്യത്തിന് അവൾ ഉത്തരം നൽകി. ആ ഉത്തരം യേശു സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. അവൾ ആഗ്രഹിച്ചത് മകളുടെ സൗഖ്യമാണ്. ആ നിമിഷം തന്നെ മകൾ സൗഖ്യപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിൽ ആഴമുള്ളവരാണെങ്കിൽ പരീക്ഷണങ്ങൾ നേരിടുവാൻ ഒരുക്കമുള്ളവരാകണം. പരീക്ഷിക്കപ്പെട്ടു എന്ന് കരുതി നമ്മൾ ആരും വിശ്വാസത്തിൽ ചെറിയവരായി പോകുന്നില്ല, കൂടുതൽ ബലമുള്ളവരാവുകയാണ് ചെയ്യുക. നമുക്കും പരീക്ഷണങ്ങൾ തകർന്നു പോകാത്ത വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ദൈവാശ്രയമുള്ളവരായി തീരാൻ വേണ്ട ആത്മീയ ബലം നൽകണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും